ഇത് ഉണ്ടാക്കുന്നത് എന്തോന്നറിയാവോ? പനിച്ചമ്മന്തി. പനി പനിയൊക്കെ വന്ന് നാക്കിലൊക്കെ കയ്പൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചോറൊക്കെ കഴിക്കാനുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ വറ്റൽമുളക് 3 ഞാൻ നല്ല എരിയുള്ള മുളകാണ് കേട്ടോ. അതിങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ചെറിയ ഉള്ളി നല്ലോണം കനലിൽ ചുട്ടെടുക്കുന്നതാണ് സാധാരണ ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് കനലൊന്നും ഇല്ലല്ലോ, ഗ്യാസ് തന്നെ ശരണം. അതുകൊണ്ടേ അതിങ്ങനെ അത് പുറംതൊലി കറുത്താലും അകം വെന്ത് കിട്ടത്തില്ല കേട്ടോ. കുറച്ച് നേരം നല്ലോണം കരിയണം. അത് ഉള്ളിയുടെ ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ മുമ്പ് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഒരു ചട്ടിക്കകത്ത് കുറച്ച് ഉപ്പും വാളം പുളിയും 5-6 കുരുമുളകും ഇട്ട് നല്ലോണം വറുത്തെടുക്കണേ. അത് വേറെ വറുത്തെടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ നല്ല നല്ല കരിയണം. കരിഞ്ഞാലേ ആ ഉള്ളിയുടെ മണം കിട്ടത്തുള്ളൂ. കണ്ടില്ലേ, എനിക്ക് നല്ല പനിയാണ്. അപ്പോൾ എനിക്ക് ചോറ് തിന്നണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നു. പണ്ടൊക്കെ ഇങ്ങനെ കഴിക്കുമായിരുന്നു, ആ ഒരു ടേസ്റ്റ് ഇപ്പം തോന്നുന്നു. കണ്ടില്ലേ, ഇപ്പം നല്ലോണം ഉള്ളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ്, അതങ്ങനെ തണുക്കട്ടെ. ആ സമയം കൊണ്ട് ഒരു ചട്ടിക്കകത്ത് 5 കുരുമുളകും ഉപ്പും പുളിയും കൂടെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പച്ച മണം മാറണം, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. അതിങ്ങനെ ഉപ്പും കുരുമുളകും വാളം പുളിയും കണ്ടില്ലേ വറുത്തിട്ടുണ്ട്. കുരുമുളക് ചെല്ലുന്നതൊക്കെ നല്ലതാണ്. പനി സമയത്ത് ഇങ്ങനൊരു ചമ്മന്തി കഴിച്ചാൽ നമുക്ക് ചുമയൊക്കെ ഉണ്ടെങ്കിലും മാറും, ശരീരത്തിൻ്റെ ക്ഷീണം മാറും, ആഹാരം കഴിക്കുമ്പോൾ വെറുപ്പ് തോന്നത്തില്ല. അതിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇടിയലിനകത്ത് ഉള്ളി, കരിഞ്ഞുള്ളി കേട്ടോ, അത് വറ്റൽമുളക്